ചങ്ങായിമാർ ഇതുപോലെ നാറിത്തരം ചെയ്യാൻ വേണ്ടി നമ്മളെ നാട്ടിൽ സംഖ്യയൊക്കെ അല്ലാണ്ട് വേറെ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? വോട്ട് ചെയ്യാൻ വേണ്ടി കള്ള്, വോട്ട് ചെയ്യാൻ വേണ്ടി കാശ്, വോട്ട് ചെയ്യാൻ വേണ്ടി സാരി, ഇതുപോലൊരു നാരിത്തരം സംഖ്യകളെ കൊണ്ടേ പറ്റൂ. ഇമാതിരി നാറിത്തരം പരമാവധി ഉടായ്പിലൂടെ കാണിച്ചിട്ടും അവസാനം കള്ളന്മാര്, സംഘി കള്ളന്മാര് പിടിയിലായിട്ടും നാണും മാനും ഉളുപ്പില്ലാണ്ട് സംഘികളും ശോഭാ സുരേന്ദ്രനും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കുറച്ചൊരു ഉളുപ്പ്, ഇമാതിരി ന്യായീകരണം ന്യായീകരിക്കുമ്പോ കുറച്ചൊരു ഉളുപ്പ് മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ? ഇവന്മാർക്ക് ആർക്കും ആ ഉളുപ്പില്ല. അതായത് പച്ച തെളിവോടുകൂടി കയ്യോടുകൂടി പിടിക്കപ്പെട്ടിട്ടും സമ്മതിക്കുന്നില്ല. നമ്മൾ കട്ടുന്ന് ഇവന്മാർ ആരും സമ്മതിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ നമ്മളെ ശോഭാ സുരേന്ദ്രനും സംഘികളും പറയുന്നത് കാശ് കൊടുത്ത ആളാ നമുക്കറിയില്ല എന്നല്ലേ, അത് ആരാണെന്ന് നമുക്കറിയില്ല എന്നല്ലേ ഇവന്മാർ പറയുന്നത്. എന്നാൽ കാശ് കൊടുത്തത് ആരാണെന്നും ആർക്കാണ് കാശ് കൊടുത്തതെന്നും നമ്മളെ ശോഭാ സുരേന്ദ്രൻ ജി തന്നെ സമ്മതിക്കുന്ന ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതായത് ശോഭാ സുരേന്ദ്രന്റെ കൂടെ കാറിലിരിക്കുന്ന സ്ത്രീ അവരുടെ വല്യമ്മക്കാണ് കാശ് കൊടുത്തെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്ന ഒരു വോയിസ്. ആ വോയിസ് നമുക്കൊന്ന് കേട്ടാലോ? വാ ചേച്ചി, അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ 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 കേട്ടല്ലോ നമ്മളെ ശോഭാ സുരേന്ദ്രൻ ജി പറയുന്നത്. പിന്നിലിരിക്കുന്ന അവളുണ്ടല്ലോ, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. അവളുടെ വല്യമ്മക്ക് കൊണ്ടുപോയി കാശ് കൊടുത്തതാണ് ശോഭാ സുരേന്ദ്രൻ ആ വീട്ടിൽ കൃത്യമായി പറയുന്നത്. എന്നിട്ട് ഇപ്പൊ കുറെ സമയം കഴിഞ്ഞിട്ട് ശോഭേച്ചി പറയുന്നു, എന്റെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല, എന്റെ പിന്നിലിരുന്നത് നിഴലായിരുന്നു, എന്റെ നിഴലാണെന്ന്. നമുക്കെന്തായാലും ആ നിഴലിനെ പൊളിച്ചടിക്കൊണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിൽ ശോഭേച്ചിയും ആകെ പൊളിഞ്ഞടുങ്ങിപ്പോയി. ആ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? വാ. ഒരു സംശയം ചോദിക്കട്ടെ. ഈ കാറിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന കാറിൽ ആ പണം നൽകുന്ന സ്ത്രീയാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്നു. കാരണം അവര് മുല്ലപ്പൂവൊക്കെ വെച്ചിരിക്കുന്ന ഒരു പടമാണ്. അപ്പൊ ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു ആ സ്ത്രീ എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ക്ലാരിറ്റി വരുത്താമോ? അല്ല, അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുക? എന്റെ കാറിലില്ലാത്ത തെളിവുണ്ട് ശോഭാ സുരേന്ദ്രൻ അവരിട്ട്, അതായത് ആ പണം നൽകിയ സ്ത്രീ ഇട്ട അതേ ഡ്രസ്സും അതേ സ്ത്രീ താങ്കളുടെ കാറിൽ ഇരിക്കുന്നതിന്റെ തെളിവുണ്ട്, ആ ദൃശ്യമുണ്ട്. അപ്പൊ അതിനർത്ഥം സൈബർ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ താങ്കൾ ആ കാറിലുള്ളത് അത് എ ആണോ? എന്റെ കാറിൽ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നത് ഞാനും ശ്രീമതി പ്രമീള ശശിധരനുമാണ് ഡ്രൈവറും. വേറെ ഒരാളും ഞങ്ങളുടെ കാറിനകത്തില്ല. ഈ പ്രമീള ശശിധരനാണോ പണം നൽകിയത്? എങ്ങനെ പ്രമീള ശശിധരൻ നിങ്ങൾക്കറിയില്ലേ? പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള സാരി ഉടുത്തുകൊണ്ട് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന വെള്ള ചുരിദാറിട്ട ആളാരാണ് കാറിലിരിക്കുന്നത്? വെള്ള ചുരിദാറാണെന്ന് ഞാനാണോ പറയുന്നത്? അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. താങ്കളുടെ കാറിലുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. നമുക്ക് ദൃശ്യങ്ങളിൽ മാത്രമാണ് അറിയുന്നത് ശോഭാ സുരേന്ദ്രൻ കാറിൽ അങ്ങനെ ഒരാളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മാധ്യമ പ്രവർത്തകരുടെ താല്പര്യം എന്താണ്? ഈ കാര്യത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടണമെന്നാണ്. അല്ല, പണം കൊടുത്ത് വോട്ട് ചോദിക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. മാധ്യമപ്രവർത്തകർ എല്ലാ കാലത്തും എതിരാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ക്ലാരിറ്റി നിങ്ങൾക്ക് നോക്കൂ. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ എത്തിയല്ല, 10ാമത്തെ ഇലക്ഷനാണ് എന്റെ. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത മാധ്യമ ലോകത്തിനുണ്ടോ ഇല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. താങ്കൾ പറയുന്ന കാര്യം തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ താങ്കളുടെ ഭാഗം ന്യായീകരിക്കേണ്ടതും അത് തെളിയിക്കേണ്ടതും താങ്കളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ ഞങ്ങൾക്ക് ശരി, ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം മാത്രം പറയൂ. കാറിലുണ്ടായിരുന്ന പണം കൊടുത്ത സ്ത്രീ എങ്ങനെ ശോഭാ സുരേന്ദ്രന്റെ കാറിലെത്തി? എന്റെ കാറിൽ അത്തരത്തിൽ ഒരു സ്ത്രീ എത്തില്ല. ഒറ്റ ചോദ്യം കൂടി ശോഭാ സുരേന്ദ്രൻ, അന്ന് ആ കോൺഗ്രസ് പ്രവർത്തകരോട് തർക്കിക്കുന്ന ആ വീഡിയോ, ആ ദൃശ്യം പകർത്തുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളും ശോഭാ സുരേന്ദ്രൻ മാത്രമാണോ ആ കാറിലുണ്ടായിരുന്നത്? എന്റെ കാറിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ കാറിനകത്ത് ഞങ്ങൾ 3 പേരാണ് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നത്. ഈ കാറിനകത്ത് നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അവരോട് തർക്കിക്കുന്നത്. ആ മൂന്നാമത്തെ ആളായിരുന്നു ബാക്ക് സീറ്റിലുണ്ടായിരുന്ന ആളായിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് അവരോട് തർക്കിക്കുന്ന സമയത്ത് ബാക്കി വിഷ്വലുകൾ ഞാൻ അവരുടെ വിഷ്വലാണ് എന്റെ ഡ്രൈവർ എടുത്തിട്ടുള്ളത്. സംഖ്യയുടെ എല്ലാമായ ശോഭാ സുരേന്ദ്രൻ കിടന്ന് മെഴുകുന്നത് കണ്ട. ഇമാതിരി നാരച്ചരം കാണിച്ചിട്ടും കിടന്ന് മെഴുകാൻ വേണ്ടി എന്റെ ശോഭേച്ചി ഇങ്ങനെ മെഴുകാൻ വേണ്ടി കുറച്ചു പോലും ഉളുപ്പിക്കൊക്കെ ഇല്ലാണ്ടായി പോയല്ല. നമ്മളെ ശോഭേച്ചി പറഞ്ഞിട്ടില്ലേ, ഞാൻ 10 ഇലക്ഷന് മത്സരിച്ചെന്ന്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് മത്സരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാന്ന്. ശോഭേച്ചി അത് തന്നെയാണ് നമ്മളും പറയുന്നത്. നിങ്ങൾ മത്സരിച്ച 9 ഇലക്ഷനിലെ കഴിഞ്ഞ 9 ഇലക്ഷനിലും നിങ്ങൾ 8 നിലയിൽ പൊട്ടി. അവസാന 10ാമത്തെ ഇലക്ഷൻ ആയത്. ഇതിലും നിങ്ങൾ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ പിന്നെ ഇല്ലാന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും എന്ത് വൃത്തികേടും കാണിച്ചിട്ടും വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ്. അത് നിങ്ങൾ കാശ് എന്നല്ല, കള്ള് എന്നല്ല, എന്തും കൊടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ 10ാമതും തോക്കുമെന്നുള്ള ഭയത്തിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ നാറിത്തറ ഇതെന്ന് കേരളത്തിലെ ബുദ്ധിയും വിവരമുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങളെ സംഖ്യക്ക് പോലും അത് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അത് കേരളം മൊത്തം മനസ്സിലാക്കി അറിഞ്ഞപ്പം നിങ്ങൾ കിടന്ന് മെഴുകിയെന്ന്, ഒരുമാതിരി നാണമില്ലാതെ കിടന്ന് മെഴുകിയെന്ന്.
ഇനി ശോഭാ സുരേന്ദ്രൻ ഞാൻ നിങ്ങളോട് പറയുന്ന നിങ്ങളുണ്ടല്ലോ ഈ പാലക്കാട് ഇലക്ഷനിൽ 8 നിലയെ പൊട്ടും. എഴുതി വെച്ചോ, ശോഭാ സുരേന്ദ്രൻ ഈ ഇലക്ഷനിൽ 8 നിലയെ പൊട്ടിയിരിക്കും. എന്നിട്ട് നമ്മളെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ല ഈ ന്യായീകരണത്തിൽ നിർത്തിയില്ല. അടുത്തൊരു നാറിത്തരം വൃത്തികെട്ട ഡയലോഗും അടുത്തതായിട്ട് ശോഭിച്ച് പറഞ്ഞു. അതായത് ശോഭാ സുരേന്ദ്രൻ ദേഷ്യം പിടിച്ച് ആ കാറിൽ ഇറങ്ങിയിട്ട് കർണക്കുട്ടി പൊട്ടിക്കുന്ന ഒരു യുവാവിനോട് പറഞ്ഞില്ലേ, അതിന് കാരണം ആ യുവാവുണ്ടല്ല ആ ചെറുപ്പക്കാരൻ ശോഭേച്ചിനോട് അശ്ലീലാംഗ്യം കാണിച്ചിരുന്നു. വൃത്തികെട്ട രീതിയിൽ ശോഭേച്ചിനോട് എന്തൊക്കെയോ കാണിച്ചിരുന്നു. അത് കണ്ട് പ്രകോപിതയായിട്ട് ദേഷ്യം പിടിച്ചിട്ടവരും ശോഭിച്ച് ആ പയ്യനെ ആക്രമിക്കാൻ ചെയ്തതാണ് ശോഭിച്ച് പറയുന്നത്. നമുക്കെന്തായാലും ശോഭിച്ച് പറഞ്ഞ ആ വൃത്തികെട്ട നായികരണം ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഞാൻ നിങ്ങളെ ഒരു വിഷയം കാണിക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്? ശോഭിച്ച് ആദ്യം തന്നെ പറയുന്നില്ലേ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാന്ന്. അങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടല്ല ശോഭിച്ച് കാണിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു വിഷ്വൽ ഉണ്ടല്ല ആ ചെറുപ്പക്കാരൻ വൃത്തികെട്ട രീതിയിൽ ഒന്നും കാണിക്കുന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യത്തെ ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ന്യായീകരിക്കാൻ വേണ്ടി സംഘിണികളെ കൊണ്ടല്ലാതെ കേരളത്തിൽ ആരെ കൊണ്ടും പറ്റൂല. നിങ്ങളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ അങ്ങനെ ഒരു വൃത്തികെട്ട കാര്യം ആ ചെറുപ്പക്കാരൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആ കാർ നിറങ്ങിട്ട് ആദ്യം പോയി ചെയ്യുക. അതിനെ പറ്റിയില്ലേ നീ എന്താണ് വൃത്തികെട്ട കാര്യം എന്നോട് കാണിച്ചെന്നല്ലേ ചോദിക്കുക. പക്ഷെ അതിന് പകരം നീ ആരാടാ എന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി, നീ എങ്ങനെ എന്റെ വീഡിയോ എടുക്കലെന്ന് പറ്റി നിന്റെ കാരണക്കുറ്റി ആ മകന്റെ പ്രായമുള്ള ചെറുപ്പക്കാരനോട് ശോഭിച്ച് പറയുന്നു. നിന്റെ കാരണക്കുറ്റി ഞാൻ അടിച്ചു പോകുന്നു. നമുക്കെന്തായാലും ശോഭാ സുരേന്ദ്രൻ പിടിക്കപ്പെട്ട പാകം നാണം കെട്ട് നാറിയിട്ട് പറഞ്ഞ ആ വൃത്തികേടൊന്ന് കേട്ടിട്ട് വന്നാലോ. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാവുന്ന എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ? നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ? നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ നിങ്ങളുടെ വാടക നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു, എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അറിയാൻ കാര്യമില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈൽ ആക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്നിട്ട് വന്നിട്ട് ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം കണ്ടെന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ ചോദിച്ചത്? അല്ല, ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ ആ കാറിന്ന് ഇറങ്ങി വന്നിട്ട് ആ ചെറുപ്പക്കാരന മകന്റെ പ്രായമുള്ള പയ്യന ആക്രമിക്കാനാ നോക്കിയത്. എന്തിനാണെന്നറിയാം? ആ മൊബൈലിൽ ശോഭാ സുരേന്ദ്രനും ടീമും കാണിച്ച മൊത്തം കള്ളം ആ വീഡിയോയിൽ ആ മൊബൈലിൽ ഉണ്ടെന്നിട്ട് ആ മൊബൈൽ തട്ടിപ്പറിക്കാനും ആ മൊബൈൽ നശിപ്പിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യം തന്നെ ശ്രമിക്കുന്നത്. ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും എത്രമാത്രം ക്രിമിനൽ മൈൻഡ്, എത്രമാത്രം വൃത്തികെട്ട മൈൻഡാണ് ആ സ്ത്രീക്ക്. അത്രമാത്രം ക്രിമിനൽ മൈൻഡോടുകൂടിയാണ് ആ സ്ത്രീ ആ പയ്യനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഈ സ്ത്രീനെയാണ് കുറച്ച് ദിവസമായിട്ട് പാലക്കാട് നന്മമരെ ശോഭിച്ച് ഇങ്ങനെ സംഘികൾ അടിച്ചങ്ങ് വിട്ടത്. എന്ത് വൃത്തികെട്ട ഭാഷയിലാണ് ആ സ്ത്രീ അവിടുന്ന് സംസാരിക്കുന്നത്, വളരെ മ്ലേച്ഛമായ വളരെ വൃത്തികെട്ട രീതിയിൽ. എന്നിട്ട് ആ പയ്യൻ അശ്ലീലാംഗ്യം കാണിച്ചെന്ന് പറഞ്ഞ ശോഭിച്ച് അതിനെപ്പറ്റി ആ ചെറുപ്പക്കാരനോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടാ? പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടാ. ആ വീട്ടിൽ ശോഭിച്ച് വരുമ്പം ആ വീട്ടിൽ ആ കാറിലുണ്ടല്ല ഒരു വെള്ള ചുരിദാറിട്ട തലയിൽ മുല്ലപ്പൂ ചൂടിയ ഒരു ചേച്ചി അതിൽ ഇരിക്കുന്നുണ്ട്. അതായത് ആ പൈസ കൊടുത്ത ചേച്ചിയിലെ ആ കാറിൽ ഇരിക്കുന്നത് കൃത്യമായിട്ട് തിരിയും. അതായത് ശോഭിച്ചയുടെ കാറിൽ തന്നെ ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്നത് കൃത്യമായിട്ട് തിരിയും. ഇത്രയും നാണം കെട്ട പരിപാടി എടുത്തിട്ട് ഇത്രയും കള്ളത്തരം പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ഇവരുണ്ടല്ല പാലക്കാട് ജനങ്ങളെ നിങ്ങളെങ്ങാനും ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്ന്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഈ സ്ത്രീനെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തന്നൊരു അവസരമാണ് ഇന്ന് ഈ കണ്ട ഈ വീഡിയോ. പാലക്കാട് ജനങ്ങളെ ദൈവമാണ് നന്മമര അഭിനയിച്ചെടുക്കുന്ന ഈ സ്ത്രീയുടെ വൃത്തികെട്ട മുഖമുണ്ടല്ല ഇന്ന് നിങ്ങളെ കാണിച്ചു തന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ നിങ്ങൾ മനസ്സിലാകാതെ പിന്നെയും ശോഭക്കാണ് വോട്ട് കൊടുക്കുന്നെങ്കിൽ നിങ്ങളെ പോക്ക് സർവനാശത്തിലേക്ക്. എന്തായാലും ശോഭാ സുരേന്ദ്രനും ടീമും സംഘികളും മൊത്തം കാണിച്ച് ഈ കള്ളത്തരം പൊളിച്ച ആ യുവാക്കുണ്ടല്ല ആ കാറിലുള്ള എല്ലാ യുവാക്കും എന്റെ എല്ലാ അഭിനന്ദനങ്ങളും. അപ്പൊ ഒരിക്കൽ കൂടി ആ യുവാക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.